നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ മാറ്റിയതിന് പിന്നാലെയാണ് അന്വേഷണ ചുമതല CBIക്ക് കൈമാറിയത്. മെയ് 5 നടന്ന നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടാണ് CBI അന്വേഷിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് അന്വേഷണ ചുമതല CBIക്ക് കൈമാറിയത്. പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തുകയും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. NDA ഡയറക്ടർ ജനറൽ സുബോധ് കുമാറിനെ നീക്കിയതിന് പിന്നാലെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. പകരം പ്രദീപ് സിംഗ് കരോളയ്ക്ക് NDAയുടെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. മോദി സർക്കാരിന് യുവാക്കൾക്കിടയിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ കഴിവുകെട്ട സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഭീഷണിയെന്ന് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയായ Xൽ കുറിച്ചു. മോദി ഭരണത്തിൽ വിദ്യാർത്ഥികൾ ഭാവിക്ക് വേണ്ടി പഠിക്കുകയല്ല, പോരാടുകയാണെന്നും രാഹുൽ വിമർശിച്ചു. അതിനിടെ ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. എന്നാൽ UG പുനഃപരീക്ഷകൾക്ക് മാറ്റമില്ല. 1563 വിദ്യാർത്ഥികളാണ് നീറ്റ് പുനഃപരീക്ഷ എഴുതുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച NSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പാർലമെന്റ് തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ പരീക്ഷാ ക്രമക്കേടുകൾ നിർണായക തീരുമാനങ്ങൾ എടുത്ത് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ.